ഡോക്ടർ ലാൽ, ഇവിടെ ഇതാ മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. മന്ത്രിയുടെ പ്രതികരണത്തെ സംബന്ധിച്ച് ഡോക്ടർ എബ്രാഹിമിനെ പറയുന്നതിന് ചില പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് മാത്രമല്ലല്ലോ, ഏതാണ്ട് ഇതേ കഴിഞ്ഞ വർഷവും ഇതേ സമയം തമിഴ്നാട്ടിൽ നിന്ന് ഇതേ വിഷയം ഉയർന്നു വന്നതാണ്. അവിടെ മദ്രാസ് ഹൈക്കോടതി അടക്കം ഇടപെട്ടതാണ്. അന്നും ഉയർന്നു വന്നത് തമിഴ്നാട്ടിലെ മാലിന്യം, ബയോമെഡിക്കൽ വേസ്റ്റ് അവിടെ നിക്ഷേപിക്കുന്നു എന്നുള്ളതായിരുന്നില്ല കർഷകരുടെ പരാതി. അന്നും കേരളത്തിൽ നിന്ന് മാലിന്യം അവിടെ നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതോ സംവിധാനത്തിലൂടെ, അതിപ്പോൾ ഈ പറഞ്ഞ 2 ഏജൻസികൾ ആകണമെന്നില്ല, അതല്ല എങ്കിൽ തന്നെ ഏതോ സംവിധാനത്തിലൂടെ മാലിന്യം അവിടെ എത്തുന്നുണ്ട് എന്നത് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ഇപ്പോൾ ഈ പ്രകടിപ്പിക്കുന്നത് പോലെ എന്തോ പുതിയ സംവിധാനം പോലെ അല്ല, അത് ഏജൻസികൾക്കാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്ന സർക്കാർ പ്രതികരണം, അതിനെ ഏത് നിലയിലാണ് കാണേണ്ടത് ശ്രീലാൽ? ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്, വാർത്ത തന്നെയാണ്. അത് മുന്നോട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന ടെലിവിഷൻ ചാനൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അത് അവിടെ നിന്ന് തന്നെ തുടങ്ങണം. ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് എല്ലാം അറിയാവുന്ന മന്ത്രി വിശ്വസിക്കുന്നില്ല, നമ്മളും വിശ്വസിക്കരുത്. ഇപ്പോൾ കേരളത്തിലെ പൊതുജനാരോഗ്യ ബില്ലെടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം, അടുത്ത കാലത്ത് പാസ്സാക്കിയതാണ്. കേരളത്തിന്റെ ആരോഗ്യത്തിന്റെ അധികാരി ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്. അപ്പൊ ആ സിസ്റ്റത്തിനെ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് മന്ത്രിമാർക്കും അത് അബദ്ധം പറ്റും, എല്ലാം അവർ മറുപടി പറയാൻ ശ്രമിക്കും. നമ്മളും ഇരിക്കുന്ന ആരോഗ്യമന്ത്രിക്കാണ് ഇതെല്ലാം അറിയാവുന്നത്. അങ്ങനല്ല. അപ്പൊ ആരോഗ്യവകുപ്പ് നയിക്കുന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടറാണെന്ന് പൊതുജനാരോഗ്യ ബില്ലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് സത്യം പറയുന്ന ചോദ്യം ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ചോദിക്കേണ്ടിയിരുന്നത്. മന്ത്രിയും പറയേണ്ടത് എനിക്ക് എല്ലാ വിവരങ്ങളും അറിയില്ല, ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് ചോദിക്കണം. ആ സിസ്റ്റം നമ്മൾ തകർത്തത് കൊണ്ടാണ് ആരോഗ്യവകുപ്പിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് മന്ത്രിമാരുടെ വൺമാൻ ഷോ ആയിട്ടൊക്കെ ആരോഗ്യവകുപ്പ് മാറിപ്പോയിട്ടുണ്ട് കുറെ വർഷങ്ങളായിട്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഉത്തരവാദിത്തത്തെ പറ്റി പറയുമ്പോൾ ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം ഗവൺമെന്റാണ്. അത് പൊളിറ്റിക്കലായിട്ട് പറയുന്നതല്ല. ഇപ്പോൾ സർക്കാർ സ്കൂളുകൾ, പ്രൈവറ്റ് സ്കൂളുണ്ട്. പ്രൈവറ്റ് സ്കൂളിന് ഇഷ്ടമുള്ള സിലബസ് പഠിപ്പിക്കാൻ പറ്റും, പ്രൈവറ്റ് സ്കൂൾ ആയതുകൊണ്ട്. എയ്ഡഡ് സ്കൂളാണെങ്കിൽ പൈസ കൊടുക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റും. ഓട്ടോറിക്ഷയും ടാക്സിയും ഒക്കെ സ്വകാര്യ വാഹനങ്ങളാണ്, അവർക്ക് ഇഷ്ടമുള്ള ചാർജ് ചെയ്യാൻ പറ്റും, ഇഷ്ടമുള്ളിടത്ത് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ ആരോഗ്യവകുപ്പിലെ മുഴുവൻ ആശുപത്രികളും മുഴുവൻ സ്ഥാപനങ്ങളും സർക്കാരിന്റെ കീഴിലാണ്, സ്റ്റേറ്റിനാണ് അതിന്റെ ഉത്തരവാദിത്തം. അങ്ങനെയാണ് ബില്ലിൽ തന്നെ പറഞ്ഞു. അപ്പം പ്രൈവറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലാന്ന് പറയാൻ പറ്റില്ല, പൈസ കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്തം പറയാം. എന്നാൽ പിന്നെ പ്രൈവറ്റ് സ്കൂളിന് ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അവിടെ ഒരു ധാരണ പിശകുണ്ട് ആരോഗ്യവകുപ്പിനെ പറ്റി, മന്ത്രിക്ക് ഉൾപ്പെടെ. അപ്പൊ അവിടെ തന്നെ തിരുത്തേണ്ടതാണ്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരോഗ്യ വകുപ്പിനാണ്. അപ്പോൾ അത് ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, നമ്മൾ ഈ സർക്കാർ ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികളൊക്കെ പ്രവർത്തിക്കുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഡോക്ടർ എബ്രഹാം നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മുഴുവൻ ആശുപത്രികൾ ഇതിനകത്ത് ചേർന്നിട്ടില്ല ഈ സ്കീമിൽ. അപ്പോൾ ഇത് പറയുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രവും കൂടെ ഉണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വലിയൊരു കാര്യമാണ് കേരളത്തിൽ ചെയ്തത്, ലോക മാതൃകയാണ്. കോടതി ഉത്തരവുണ്ടായിരുന്നു, ഒരു ഡെഡ് ലൈൻ കൊടുത്തു. അതിനകത്ത് ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം, അല്ലെങ്കിൽ കോടതി ലക്ഷ്യമാകുമെന്ന് വന്ന സമയത്ത്, ഇത് ചരിത്രമൊക്കെ ഒരു പക്ഷേ ഇപ്പോഴത്തെ മന്ത്രിക്ക് അറിയില്ലായിരിക്കും, ആരോഗ്യവകുപ്പിന് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് IMA സമീപിക്കുക, IMA ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഞാൻ അങ്ങനെയാണ് IMAയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഓർക്കുന്നത്. വ്യത്യാസമുണ്ട് ഡോക്ടർ. 98-ലാണ് അങ്ങനെ നിയമം. അപ്പൊ കേരള സർക്കാരിനെ സംരക്ഷിച്ചത്, രക്ഷപ്പെടുത്തിയതും കേരളത്തിൽ ജനങ്ങൾ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ്. വലിയൊരു കടമ്പയായിരുന്നു. അത് എളുപ്പമല്ല. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർമാരുടെ സംഘടനയാണ്, അവർക്ക് ഇതിന്റെ സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് മുഴുവൻ പഠിച്ചെടുത്ത് സജ്ജീകരണം ഉണ്ടാക്കി ചെയ്തതാണ്. അപ്പൊ അതിന്റെ ചെലവ് ഗവൺമെന്റ് കൊടുക്കുന്നത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഗവൺമെന്റ് IMA ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ IMA രക്ഷിക്കാൻ വന്നതാണ്. അതുപോലെ മറ്റു ഏജൻസിയുണ്ട്. അപ്പൊ ഇതിനകത്ത് മുഴുവൻ പേരും ചേരുന്നു എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം സർക്കാർ. IMAക്ക് മറ്റ് സ്വകാര്യ ആശുപത്രികളുടെ മേളിൽ എന്തെങ്കിലും അധികാരമുണ്ടോ? ഗവൺമെന്റ് അധികാരമല്ലേ. ഇപ്പൊ ഒരു സ്കൂളിൽ തെറ്റായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഉത്തരവാദിത്വം. അതാണ് ഈ മറുപടിയിൽ ഞങ്ങൾക്കും സംശയമുണ്ടായത്. അതായത് ഞങ്ങളിത് ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സംവിധാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് 2 കമ്പനികളെ ഏൽപ്പിച്ചു. ആ കമ്പനികളുടെ മാത്രം ഉത്തരവാദിത്തമാണിത്, സർക്കാരിന് പങ്കൊന്നുമില്ല. താങ്കൾ ആ പ്രതികരണം കേട്ട് കാണും, അങ്ങനെ തന്നെയാണ് പറയുന്നത്, സർക്കാരിന് ഇതിൽ പങ്കൊന്നുമില്ല. വിദ്യാഭ്യാസ മന്ത്രി പറയാൻ പറ്റുമോ? പ്രൈവറ്റ് സ്കൂളാണ്, അവർക്ക് ഇഷ്ടമുള്ള പഠിപ്പിച്ചോട്ടെ, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതുപോലെയാണ് അത്. മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ധാരണ പിശകാണ്. അത് അവരെ ഉണ്ടാക്കി സൃഷ്ടിച്ച നമ്മുടെ പൊതുജനാരോഗ്യ ബില്ല് അവരൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകുന്ന കാര്യമാണ്. കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഇതിങ്ങനെയാണ് സംഭവിച്ചു പോകുന്നത്. പിന്നെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർമാർ വലിയ ടീമാണ്, സാങ്കേതിക ടീമാണ്. ഞാനത് കുറേ വർഷമായിട്ട് പറയുകയാണ്. അവരെല്ലാം മാറ്റി നിർത്തിയിട്ട് എല്ലാം ആരോഗ്യമന്ത്രി പറയേണ്ട ഉത്തരവാദിത്തം. നമ്മളും ചോദിക്കേണ്ട ആരോഗ്യവകുപ്പ് ഡയറക്ടറോടാണ്. ഞാൻ ചോദിച്ചോട്ടെ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആരാന്ന് നമുക്കറിയാവും? ആരെന്ന് പോലും അറിയില്ല.
എന്നാൽ പൊതുജനാരോഗ്യ ബില്ല് എഴുതി വെച്ചേക്കുന്ന ആരോഗ്യ ഡയറക്ടറാണ് കേരളത്തിന്റെ ആരോഗ്യത്തിന്റെ അധികാരി എന്നാണ്, മന്ത്രിയല്ല. ഈ ധാരണ മന്ത്രിക്കില്ലാത്തതുകൊണ്ട് നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവരോട് ചോദിച്ചിട്ട് അബദ്ധങ്ങൾ കിട്ടുന്നത്. പൊളിറ്റിക്കലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി മന്ത്രിക്കാണ്. അല്ല, അങ്ങനെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഒന്നും ചോദിച്ചാൽ പ്രതികരിക്കില്ല ശ്രീലാൽ. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ, കാരണം അവർക്ക് പ്രതികരിക്കുന്നതിനും പരിമിതിയുണ്ടല്ലോ. അതൊക്കെ മന്ത്രിമാരാണ് പലപ്പോഴും മറുപടി നൽകുക. വളരെ അപൂർവമായി എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്തടക്കം ആരോഗ്യമന്ത്രിയോടൊപ്പമൊക്കെ ഇവർ വാർത്താ സമ്മേളനങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചില സംശയങ്ങളൊക്കെ മന്ത്രി ഇങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, കൗണ്ടൊക്കെ എത്ര പേർക്കാണ് എന്ന് ചോദിച്ചാൽ ആ സംശയം ഒന്ന് ക്ലിയർ ചെയ്തു പോകും. അതാണ് ഇവിടുത്തെ ഒരു രീതികൾ. അവരെ കൊണ്ടാണ് പറയിക്കേണ്ടത്, അല്ലെ അവരെ കൂടെ ഇരുത്തിയിട്ടാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഒരുപാട് നാളായിട്ട് പറയുന്നതാണ്. അത് ഈ നാട്ടിൽ മാത്രമാണ് അങ്ങനെ ഇല്ലാത്തത്. ട്രംപ് പോലും ഫൗച്ചി ഇരുത്തിക്കൊണ്ടാണ് അവരെങ്കിൽ തർക്കം ഉണ്ടാകുമ്പോഴും സാങ്കേതിക കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വിടുന്നത്. അങ്ങനെയാണ് ഒരാൾക്ക് ഒരു മന്ത്രിയാകുമ്പോൾ പെട്ടെന്ന് ആ വിഷയം മുഴുവൻ മനസ്സിലാകില്ല. അപ്പൊ സാങ്കേതിക വിദഗ്ധർ, അത് ആരോഗ്യവകുപ്പിന്റെ സെക്രട്ടറി അല്ല, ഡയറക്ടറാണ്. ആരോഗ്യ സെക്രട്ടറിമാരും പല വഴിയിൽ നിന്ന് വരുന്നത്. ആരോഗ്യ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി പല തട്ടുകളിൽ പ്രവർത്തിച്ച് DMO, ജില്ലാ മെഡിക്കൽ ഓഫീസർ, അഡീഷണൽ ഡയറക്ടറൊക്കെ ആയിട്ട് ഡയറക്ടർ ആകുന്നതാണ്. അപ്പൊ അവർക്കാണ് സിസ്റ്റം മുഴുവൻ അറിയാം. അവരുടെ വായ മൂടി കെട്ടിയിരിക്കുകയാണ്. നമ്മൾ മലയാളം ഭാഷ തമാശ പറയുന്ന പോലെ ക്ലിപ്പിട്ട് വെച്ചിരിക്കുന്നത്. അത് സിസ്റ്റമാണ്. ഞാനത് രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും ബന്ധിച്ച് പറയുന്നതല്ല. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് ആരോഗ്യവകുപ്പിന്റെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ പറയാൻ കഴിയാതെ വരുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഒരിടത്തൊരു മാതൃകയല്ല. പൊളിറ്റിക്കലായിട്ട് ഉത്തരങ്ങൾ ആരോഗ്യമന്ത്രി പറയേണ്ടി വരും, ഉത്തരവാദിത്വം എടുക്കേണ്ടി. പക്ഷെ സൈഡിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ വേണം, അവരെ മുന്നിൽ കൊണ്ടുവരും. ഇത് ആരോഗ്യവകുപ്പിന് ഞങ്ങൾ ഇതിനകത്ത് പാർട്ടി വ്യത്യാസമില്ലാതെ ഡോക്ടർമാരുടെ ഒരു കൺസേൺ ആണ്. ആരോഗ്യവകുപ്പിനെ പറ്റി താല്പര്യമുള്ളവർ കൺസേൺ ആണ്. ആരോഗ്യവകുപ്പ് തിരിച്ച് ആരോഗ്യ ഡയറക്ടറിലും എന്താണ് ഭാഗികമായിട്ടെങ്കിലും അവരെ ഏൽപ്പിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും, അല്ലെങ്കിൽ ഇതുപോലത്തെ പൊളിറ്റിക്കൽ ആയിട്ട് പറയുമ്പോൾ അബദ്ധങ്ങൾ പറഞ്ഞു. താങ്കളിലേക്കും എത്താം.